ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഗ്ലാമി ഗംഗ നമ്മുടെ മുതുക്ക് അങ്ങനെ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗ്. പുള്ളിക്കാരത്തി കല്യാണം കഴിച്ചപ്പോൾ തൊട്ട് വിവാദങ്ങളുടെ ഒരു ഇതുണ്ട്. ഘോഷയാത്രയെന്ന് തന്നെ പറയാം. കാരണം അവിടെ ചെന്നപ്പം അവരുടെ ബെഡ്റൂം, അപ്പുവിന്റെ ബെഡ്റൂം ഒരുക്കിയിട്ടിരുന്നില്ല. ഈ വസ്ത്രങ്ങളൊക്കെ ബെഡിൽ കിടപ്പുണ്ടായിരുന്നു. അത് അവരുടെ മോശം എന്ന് തന്നെ പറയാം. അതൊക്കെ ശ്രദ്ധിക്കണം ഒരു കല്യാണമാകുമ്പോൾ. അത് അവർ ശ്രദ്ധിച്ചില്ല. ഇവരാണ് എല്ലാം എടുത്ത് വ്ളോഗ് എടുത്ത് പുറത്തിടുകയും സോഷ്യൽ മീഡിയ ഇടുകയും ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ആ വീട്ടുകാർക്ക് അതൊന്നും അത്ര പരിചയം കാണില്ല. അവരതൊന്നും ശ്രദ്ധിച്ചില്ല. എന്നാലും ഒരു കല്യാണം ആകുമ്പോൾ നമ്മൾ വീട് പെയിന്റ് ഒക്കെ അടിച്ച് സൂക്ഷിച്ച് അതുപോലെ തന്നെ എല്ലാം വൃത്തിയായിട്ട് വെക്കും. ഇത് അവരങ്ങനെ ചെയ്തില്ല. പക്ഷെ ഗംഗയുടെ ഫാൻസിനതൊന്നും ഒട്ടും തന്നെ ഇഷ്ടമില്ല. പിന്നെ അത് ഗംഗയുടെ ഫാൻസ് പറയുന്നതാണ് ശരി. എന്നാലും വേറൊരു കാര്യമുണ്ട്. ദക്ഷിണ കൊടുത്തപ്പോൾ ഒരു അമ്മൂമ്മയുടെ മുഖത്ത് ചിരിയില്ലായിരുന്നു എന്നും പറഞ്ഞൊക്കെ ഉള്ള കമന്റ് ഉണ്ടായിരുന്നു. അവർക്ക് ഇത് എന്താണ് വ്ളോഗ് എടുക്കുന്നവരോ ഗ്ലാമി ഗംഗയോ അത് ആരാ എന്താ അതൊന്നും അറിയാനുള്ള ഒരു ഇതില്ല. അവർ പ്രായം ചെന്ന് ഒരു സ്ത്രീ, അവർക്ക് ജീവിതത്തിന്റെ ഓരോരോ ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ട് മുഖത്തെപ്പോഴും ചിരി വരണമെന്നൊന്നും ഇല്ല. നമ്മളെപ്പോലെ അല്ലല്ലോ. അതൊക്കെ അങ്ങനെ കടന്നുപോയി. അപ്പൊ ഗംഗ അവര് ട്രീറ്റ് ചെയ്യുന്ന അത്ര ശരിയാവുന്നില്ല. രണ്ടാമത് അപ്പുവിനെ കല്യാണം കഴിച്ചത് തന്നെ ഫാൻസിന് അത്ര താല്പര്യമില്ല. രണ്ടാം ഘട്ടെന്നൊക്കെ പറഞ്ഞു. അതിന്റെ കൂടെ ഇന്നലെ ഗംഗ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. അപ്പൊ എനിക്കൊന്ന് സംസാരിക്കണമെന്ന് തോന്നി ഈ വിഷയത്തിൽ. അതെന്താണെന്ന് വെച്ചാൽ, ഈ ഗംഗയെ സംരക്ഷിച്ച് ഗംഗ താഴേക്കിടയെന്ന് സ്വന്തം അധ്വാനത്തിലൂടെ സ്വതന്ത്രയായിട്ട് സമ്പാദിച്ചു വന്ന് വാടക വീട്ടിൽ നിന്ന് വീട് മാറി വേറെ മേടിച്ചു ഏൺ ചെയ്യുന്നു. പല പെയ്ഡ് പ്രൊമോഷനും അതും ഇതൊക്കെ നടത്തി കാശുണ്ടാക്കുന്നു. സ്വന്തം കാലിൽ നിൽക്കുന്നും പറഞ്ഞ് ആരാധിച്ചാണ്. ഞാൻ കുഴപ്പമില്ല, ആരാധിക്കാം. പക്ഷേ ഒരു വിവാഹം കഴിഞ്ഞ് ഒരു വീട്ടിലോട്ട് ചെന്ന് കഴിയുമ്പോൾ പണ്ട് തൊട്ടേ നമ്മുടെ കുറെ മാമൂല്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. അതിന്റെ ആ ഒരു പഠിച്ചു വെച്ചിരുന്ന പണ്ട് ഇപ്പൊ പെമ്പിള്ളാരെ വളർത്തുമ്പോൾ നീ അന്യ വീട്ടിൽ പോകണ്ട, നീ അത് ചെയ്യ്, നീ ഇത് ചെയ്യ്, നിനക്ക് അവിടോട്ട് വരരുത്, ഇങ്ങനെ കുറേ വിലക്കുകളുടെ ഒരു കൂട്ടമാണ് പെൺകുട്ടികൾക്ക്. പിന്നെ കല്യാണപ്രായം എത്തിക്കഴിയുമ്പോഴത്തേനും ഒരു ചായയുടെ പരിചയത്തിൽ കെട്ടിച്ചും വിടും. ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ നല്ല മാറ്റം വന്നു. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. നമ്മൾ മനുഷ്യരല്ലേ, സ്ത്രീകളും മനുഷ്യരല്ലേ. അല്ലാതെ ആൺ പെൺ വ്യത്യാസം വെച്ച് നമ്മളെ ഇങ്ങനെ കുറേ വിലക്കുകൾക്കകത്തിടുന്നത് ഒട്ടും ശരിയല്ല. അപ്പൊ അതിനൊക്കെ മാറ്റം വന്നതല്ല. പക്ഷെ എന്നാലും ഇപ്പൊ ഇന്ദിരാഗാന്ധി വരെ സോണിയാഗാന്ധിയോടും മേനകാഗാന്ധിയോടും അമ്മായിയമ്മ പോരെടുത്തിരുന്നു എന്നാണ് പറയുന്നത്. അതിക്കവിഞ്ഞ ഒരാൾക്കാരില്ലല്ലോ. അവര് വരെ എടുത്തിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ കേരളത്തിന്റെ സിസ്റ്റം അനുസരിച്ച് നമ്മൾ കോടികളുടെ ആസ്തി ഒരു വീടിനുണ്ട്. ആ വീട് നിറയെ സെർവന്റ് ഉണ്ടെങ്കിലും നമ്മളൊരു പുതിയ പെണ്ണിനെ കല്യാണം കഴിച്ച് അങ്ങോട്ട് ചെന്നാൽ തീർച്ചയായിട്ടും ആ പെണ്ണിന് ഒരു മരുമകൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു രീതി അമ്മായിയമ്മയ്ക്കും ബാക്കിയുള്ളവർക്ക് കാണും. ഉള്ളിന്റെ ഉള്ളിൽ ഇഷ്ടംപോലെ വേലക്കാരുണ്ടെങ്കിലും ഇതാണ് നമ്മുടെ ഒരു സിസ്റ്റം. അങ്ങനെയാണ്. ഇനി ഇഷ്ടംപോലെ വേലക്കാരുണ്ട്, ഇവർക്ക് പണി ചെയ്യാനൊന്നുമില്ല. മരുമോളായിട്ട് ചെന്നവർക്ക് ഒരു പണിയും ചെയ്യാനില്ല. ഇങ്ങനെ കാപ്പിയും ചായയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും അയ്യോ രാവിലെ കുളിച്ചിട്ട് അടുക്കള കയറാവുള്ളൂ കേട്ടോ എന്ന് പറയാം. അതിന് അടുക്കള കയറേണ്ട കാര്യമില്ല, എന്നാലും അങ്ങനെ പറയാം. ഇനി ഇവർക്ക് എവിടെയെങ്കിലും വിരുന്ന് പോകാൻ വേണ്ടി ഇവർ അതിരാവിലെ എണീക്കാന്ന് വെച്ചോ. അങ്ങനെ ഉണ്ടെങ്കിൽ ആ വേലക്കാരോടൊക്കെ നിങ്ങൾ ആരും അതിരാവിലെ എണീക്കണ്ട, അവര് എണീറ്റ് എന്താണ് ജോലി ചെയ്ത് പൊക്കോട്ടെന്ന് പറയാം. അത്രയും പോരെടുക്കാൻ വേണ്ടി കാരണങ്ങൾ കണ്ടെത്തും വേലക്കാരുണ്ടെങ്കിലും. അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഉദാഹരണം. അപ്പൊ അങ്ങനെയാണ്. ഇനി ഇട്ടുമൂടാ സ്വർണവും പണവും എല്ലാമായിട്ടാണ് നമ്മൾ ചെല്ലുന്നതെങ്കിലും ഒരു മരുമകളായിട്ട് ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ നാട്ടിന്റെ ഒരു രീതിയാണ്. ചിലതൊക്കെ പ്രതീക്ഷിക്കും. അപ്പൊ ഇപ്പോ ഗംഗതയെ ഒരു വീട്ടോട്ട് കയറി ചെന്നു. അവര് ഇങ്ങോട്ട് പെരുമാറിയ ശരിയല്ലെന്ന് പറഞ്ഞ് ഗംഗയുടെ ഫാൻസ് എടുത്തിട്ട് വളരെയധികം പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുക. പക്ഷെ ഗംഗ അങ്ങോട്ട് ചെയ്യുന്നത് ശരിയാണോ ഇല്ലയോ എന്ന് നിങ്ങളിത് ഈ വീഡിയോ കണ്ടിട്ട് പറ. കറി ആക്ച്വലി ചേച്ചി ഉണ്ട് ഇവിടെ. ചേച്ചി രാവിലെ എനിക്ക് ചേച്ചിയെല്ലാം വെച്ചിട്ട് പോയി. അപ്പം നിനക്ക് ഗംഗ ഒന്നും ചെയ്യില്ലേന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. എനിക്കങ്ങനെ ഒരു ശീലമൊന്നും വന്നിട്ടില്ല രാവിലെ എണീറ്റ് അങ്ങനെ ചെയ്യണേന്നും. മേ ബി വരുമായിരിക്കും, ഹെൽപ്പ് ചെയ്യും, വേണമെന്നുള്ള കുറച്ച് സമയം എടുക്കുമായിരിക്കും. ഓക്കെ, കാരണം എനിക്ക് ശീലമില്ല. എനിക്കങ്ങനെ രാവിലെ ചെല്ലാം എനിക്ക് വെക്കാൻ അറിഞ്ഞൂടാ. എനിക്ക് എവിടെ തുടങ്ങണമെന്നോലും അറിഞ്ഞൂടാ. അപ്പം അതുകൊണ്ട് അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ചേച്ചി ഓൾറെഡി അമ്മയ്ക്ക് കാലമായതുകൊണ്ട് ചേച്ചിയാണ് എല്ലാം ചെയ്തിട്ട് പോണത്. അപ്പം ഇന്നലെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പം ഇപ്പോൾ ഒരുവിധം ഗുളിക കഴിച്ചപ്പം വേദന കുറവുണ്ട്. അപ്പം ഇനി എന്തെങ്കിലും കറി ആക്ച്വലി ചേച്ചി ഉണ്ട് ഇവിടെ. ചേച്ചി രാവിലെ എനിക്ക് ചേച്ചിയെല്ലാം വെച്ചിട്ട് പോയി. അപ്പം നിനക്ക് ഗംഗ ഒന്നും ചെയ്യില്ലേന്ന് ചോദിച്ചാൽ ഗംഗ ചെയ്തത് ശരിയല്ല എന്നാൽ ഞാൻ ബാധിക്കുള്ളൂ. എന്റെ പ്രായത്തിന്റെ ഇതായിരിക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് വാദിക്കാം, ന്യൂജന് വാദിക്കാം. അതായത് അമ്മയാക്കിയ സുഖമില്ല, ഗംഗയുടെ അമ്മായിയമ്മയ്ക്ക് സുഖമില്ല, ഗംഗയുടെ ചേച്ചിക്ക് ജോലിക്ക് പോകണം, അതായത് നാത്തൂന് ജോലിക്ക് പോകണം. പുള്ളിക്കാരത്തി ആ പണിയൊക്കെ ചെയ്ത് വെച്ച് ഇവർക്കുള്ള ഭക്ഷണം കൂടെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം വേണം പണിക്ക് പോകാൻ. ഗംഗയ്ക്ക് ഇതൊന്നും ശീലമില്ല.
ശീലമില്ല. അപ്പൊ ഗംഗയോടൊരു ചോദ്യം ചോദിക്കാം, ഈ ജോലി ചെയ്യുന്ന കാര്യമല്ല ശീലമില്ലെന്ന് പറയുന്നത്. അപ്പൊ കല്യാണം കഴിച്ച ശീലമുണ്ടോ? ഇതിനു മുന്നേ കല്യാണം കഴിച്ചിട്ടുള്ള ശീലമുണ്ടോ? അപ്പൊ കല്യാണം കഴിച്ചില്ലേ? ശീലമില്ലാത്ത ഒരു കാര്യമല്ലേ ഈ കല്യാണം എന്ന് പറയുന്നത്. ഒരു പെണ്ണിന് ശീലമില്ല, എന്നിട്ടത് നമ്മൾ ചെയ്യുന്നില്ലേ? അപ്പൊ ശീലമില്ലാത്ത കാര്യങ്ങൾ അന്നോട്ട് നമ്മൾ ചെയ്ത് തുടങ്ങുകയാണ്. ശീലമില്ലേലും രാവിലെ എണീക്കണം. 10 മണി 11 മണിയായിട്ട് സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങിയിട്ട് 11 മണിക്ക് എണീക്കുന്ന പെൺപിള്ളാരുണ്ട്. പണ്ട് കാലത്തും ഉണ്ട്. നിങ്ങൾ ഓർക്കുന്ന പോലെ ഇന്നല്ല, പണ്ട് കാലത്തും ശരിക്കും ഉണ്ട്. പക്ഷെ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പെൺകുട്ടികളൊക്കെ അങ്ങ് മാറും. ഒരമ്മയായി കഴിയുമ്പോൾ അതുപോലെ അങ്ങ് മാറും. അപ്പൊ ശീലമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് ശീലമാകുകയാണ് ചെയ്യുന്നത് സ്വയമേ. ഒരു കറി വെക്കാൻ പോലും അറിയില്ല, ഒരു മുട്ട പൊരിക്കാൻ, ഒരു കാപ്പിയാൻ തന്നെ ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ ഇങ്ങനെയാണ് ജീവിച്ച. അവനവന്റെ വീട്ടിലെ രാജകുമാരിമാരാണ് എല്ലാം പെൺപിള്ളാരും സ്വന്തം വീട്ടില്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോഴാണ് നമ്മൾ വേലക്കാരായി മാറുന്നത്. ആ വേലക്കാരായി മാറുമ്പോൾ നമ്മൾ അതനുസരിച്ച് മാറും, കാലത്തിന്റെ അനുസരിച്ച്. പണ്ടത്തെ പോലെയില്ല. എന്നാലും ഗംഗയ്ക്കും ഗംഗയുടെ ഹസ്ബൻഡിനും കഴിക്കാനുള്ള ആഹാരം മറ്റൊരാൾ ഉണ്ടാക്കിയിട്ട് അയാളുടെ കഷ്ടപ്പാടിൽ നിന്ന് എടുത്തു കഴിക്കുന്നതിനെക്കാട്ടും നല്ലത് അവനവൻ സ്വതന്ത്രനാന്നല്ലേ പറയുന്നത്, അവനവൻ ഉണ്ടാക്കി കഴിക്കണം. അതാണ് നല്ലത്, അതാണ് അന്തസ്. അല്ലാതെ എനിക്ക് ശീലമില്ല എന്നും പറഞ്ഞ് ഈ കാര്യത്തിൽ നിന്ന് മാറരുത്. കല്യാണം കഴിക്കാൻ ശീലം ഉണ്ടായിരുന്നോ? അപ്പൊ കല്യാണം കഴിച്ചില്ലേ? അതേപോലെ ബാക്കി രാവിലെ എഴുന്നേക്കുക, വെളുപ്പിനെ എണീക്കുക, ബാക്കി അവനവനോ കഴിക്കാനുള്ള ഉണ്ടാക്കുക. അല്ലാതെ വേറൊരാൾ ജോലിക്ക് പോകുമ്പോഴത്തേനും ഉണ്ടാക്കി വെച്ചിട്ട് ആ ഉച്ചിഷ്ടം വാരി കഴിച്ച് അവരുടെ എത്ര നാൾ അവരത് ചെയ്യും? ശീലമില്ലേ എന്ന് ചോദിച്ച് 1-2 ഗംഗയ്ക്ക് ഇതൊന്നും വശമില്ലേ എന്ന് ചോദിക്കും. പണ്ടുള്ള ചേച്ചിമാരൊക്കെ വെളുപ്പാങ്കാലത്ത് ഈ ഒരു ചായയുടെ പരിചയത്തിൽ കല്യാണം കഴിച്ച് അന്യ ഒരു നാട്ടിൽ ചെന്ന് ഒരു വീട്ടിൽ കയറുന്നു. ആ വീടും അറിയില്ല, ആ നാടും അറിയില്ല, ഒരു പരിചയമില്ലാത്ത ഒരു വീട്ടിൽ കയറി ചെല്ലുന്ന ചേച്ചിമാര് അന്ന് ഞാൻ കണ്ടിട്ടുള്ള വെളുപ്പിനെ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ എഴുന്നേറ്റിട്ട് മിറ്റടിക്കുക. ചൂല് എവിടെ ഇരിക്കുന്ന ഇവർക്ക് അറിയോ? ഇവരെങ്ങനെ അതൊക്കെ തപ്പിയെടുക്കുന്ന നേരം തപ്പിയെടുത്ത് ചൂല് തപ്പിയെടുത്ത് മിറ്റടിക്കുന്നു. കുളിമുറി പുറത്തായിരിക്കുക, ആ കുളിമുറി കയറി കുളിക്കുന്നു. പിന്നെ ഇവർ അടുക്കള കയറുന്നു. ഈ അടുക്കള കയറിയിട്ട് ആ വീട്ടിലുള്ളവരൊക്കെ എണീറ്റ് വരുന്നതിന് മുന്നേ ഇവർ ചായയും കാപ്പിയും സർവ്വതും ഉണ്ടാക്കുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ, ഈ കാപ്പിപ്പൊടി, തേയിലപ്പൊടി, പഞ്ചസാര, പാത്രങ്ങൾ, ചായ അനത്തുന്ന പാത്രം, ഇതൊക്കെ ഇവരെങ്ങനെയാ കണ്ടുപിടിച്ചതെന്ന് എന്നെ കൊണ്ട് പറ്റിയല്ലോ ഈശ്വരാന്ന്. ഞാൻ എന്റെ വിവാഹത്തിന് മുന്നേ ചില കസിൻസ് കല്യാണം കഴിച്ചു വന്നപ്പോ ഞാൻ നോക്കുമ്പോൾ വെളുപ്പാങ്കാലത്തെ എഴുന്നേറ്റ് സർവ്വ പണിയും ചെയ്ത് വെച്ചിരിക്കുന്നു. ഇത് എന്തൊരു അതിശയം, എനിക്ക് ആരാധന തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് അത്ര വലിയ കഴിവ് വേറൊരു വീട്ടിൽ ചെന്നാൽ പെട്ടെന്ന് അവരുടെ വീട്ടിൽ കയറി പണിയെടുക്കാനോ അങ്ങനത്തെ എനിക്കിപ്പോഴും അറിയില്ല. എനിക്കിപ്പോഴും കല്യാണം കഴിച്ച് പോകുന്നതിന് ഞാൻ ജീവിക്കുന്ന വീട്ടിൽ പണി ചെയ്യും. ഇപ്പോഴും തിരിച്ച് എന്റെ അമ്മയുടെ അടുത്ത് ചെന്നാൽ ഒരു പണിയും ചെയ്യത്തില്ല. എന്തോ ഒരു മടി എനിക്ക്. അപ്പൊ എവിടുന്നോ കിട്ടും, ഒരു പണിയും ചെയ്യാതെ കയറിയിരിക്കും. എന്നിട്ട് എനിക്ക് ഭയങ്കര പശ്ചാത്താപമുണ്ട്. പ്രായമായ അമ്മയെ കൊണ്ട് പണി ചെയ്യിച്ചത്. പക്ഷെ അതുണ്ടെങ്കിലും ഞാൻ ചെയ്യത്തില്ല. അങ്ങനത്തെ ഒരു രീതി, അതെങ്ങനെ കിട്ടിയതാണെന്നറിയില്ല. അങ്ങനെ ഒരു വൃത്തിയായിട്ട് സ്വഭാവമുണ്ട് എനിക്ക്. പക്ഷെ ഗംഗ ഈ ചെയ്തത് ഒട്ടും ഗംഗയുടെ ഫാൻസുകാർ എങ്ങനെ മെഴുകിയാലും അത് ശരിയാണെന്ന് എനിക്ക് തോന്നില്ല. അപ്പൊ നമുക്ക് കമന്റ് വായിച്ചു നോക്കാം. ഇൻഡിപെൻഡൻസ് ഈസ് നോട്ട് ഓൺലി അബൌട്ട് ഏണിംഗ് ആൻഡ് സ്പെൻഡിങ് മണി. അവനവന്റെ കാര്യം മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിച്ചിട്ട് ശീലമില്ലെന്ന് പറയുന്നത് എവിടുത്തെ ഇൻഡിപെൻഡൻസി ആണ്? ആണായാലും പെണ്ണായാലും കാണിക്കേണ്ട ബേസിക് മാനേഴ്സ് ആണ് സ്വന്തം കാര്യം സ്വന്തമായിട്ട് ചെയ്യാൻ. ഞാൻ പറയാം, ഇപ്പൊ കാലം പുരോഗമിച്ചുകൊണ്ട് ഗംഗയ്ക്ക് ശീലമില്ലെങ്കിൽ ഗംഗയുടെ കൂടെ കിടക്കുന്ന അപ്പുവിന് ശീലം ഉണ്ടാവണം. അങ്ങനെ വേണം. അപ്പു എഴുന്നേറ്റ് പോയി അവർക്ക് വേണ്ട ആഹാരം ഉണ്ടാക്കണം. കാലം മാറിയോണ്ട് ഞാൻ പറയാം, അല്ലാതെ ഞങ്ങളുടെ തലമുറയല്ലേ. ഇപ്പൊ കാലം മാറി, പെണ്ണും ആണും ഒരുപോലെയാണ്. ആണുങ്ങളെയും പണി പഠിപ്പിക്കണമെന്നൊക്കെയാണല്ലോ പറയുന്നത്. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. അപ്പൊ ഗംഗയ്ക്ക് ചെയ്യാൻ ശീലമില്ലേ അപ്പുവിന് കെട്ടിയോനുണ്ടാവണം. അല്ലാതെ വേറൊരാൾ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് മിടുക്ക് കാണിക്കാൻ നിൽക്കരുത്. അപ്പൊ അതിന്റെ താഴെ ഒത്തിരിയും ഫാൻസുകാരെ, എന്റെ ദൈവമേ, ഞാൻ ഈ കാര്യം അവളുടെ ചാനലിൽ ഒന്ന് പറഞ്ഞ് കമന്റ് ഇട്ടു. അവളുടെ ഫാൻസ് അമ്മായിമാർ എന്നെ കൊന്നില്ല എന്നേ ഉള്ളൂ. കഷ്ടപ്പെട്ട് വന്നവളായതുകൊണ്ട് അവൾക്ക് എന്തും ചെയ്യാം, അത് പറയാൻ പാടില്ല എന്നാണ് ഫാൻസുകാരുടെ നിർബന്ധം എന്നൊക്കെ പറഞ്ഞ് കുറെ കമന്റ് പോകുന്നുണ്ട്. കൂടെ കൂടുന്ന ഒരു രസമാവും. ചിലർക്ക് എല്ലാ പണി ചെയ്തില്ലെങ്കിലും കൂടെ കൂടിയാൽ തന്നെ തൃപ്തിയാകും. ഇതൊരു സൂത്രമാണ്. അവരുടെ വീട് പഠിക്കാനും വീട്ടിലെ ആൾക്കാരും പാത്രങ്ങളും അതും ഇതുമെല്ലാം നമുക്ക് പരിചയമാകാനും എല്ലാം വേണ്ടി നമ്മൾ നേരത്തെ എണീക്കണം. ഏറ്റവും മെയിൻ പോയിന്റ്, നമ്മൾ പണിയൊന്നും ചെയ്തില്ലെങ്കിലും കെട്ടിയോന്റെ വീട്ടിൽ ചെന്നിട്ട് ഉച്ച വരെ കിടന്നുറങ്ങിയ ഏത് കാലം എത്ര പുരോഗമിച്ച് മാറി ഇനി അടുത്ത കാലം വന്നാൽ പോലും അത് അംഗീകരിക്കാനുള്ള വിശാല മനസ്സ് ആൾക്കാർക്ക് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കെട്ടിയോന്റെ ഒപ്പം ഉച്ച വരെ കിടന്നുറങ്ങുക. കെട്ടിയാൻ മിക്കവാറും ഉച്ചയായിട്ട് എണീക്കണം. അമ്മമാര് വളർത്തി ആകെ വഷളാക്കി വെക്കും ആമ്പിള്ളാരെ. അവർ ഈ പറയുന്ന പോലെ 11 മണി വരെ കിടന്നുറങ്ങും. അത് പിന്നെ ഇപ്പൊ എല്ലാരും എണീക്കാൻ താമസിക്കുന്ന, കിടക്കാൻ താമസിക്കുന്നുണ്ടാവും. ഒരാൾ ഇട്ടിരിക്കുന്ന പൊന്നുമോളെ നിങ്ങൾ രണ്ടുപേരും ഗംഗയുടെ വീട്ടിൽ നിൽക്കുക, അതാവും നല്ലത്. കാരണം ഗംഗ ഇങ്ങനെ എടുത്തിരിക്കുന്ന ശീലമെല്ലാം ഗംഗയുടെ അമ്മയ്ക്ക് പ്രശ്നം ഉണ്ടാവില്ല. അവിടെ ആകുമ്പം ഇത് കുഴപ്പമില്ല. കെട്ടിയോന്റെ വീട്ടിൽ ഇത് നടക്കില്ല. ഇങ്ങനെയാണ്
ആദ്യം ചെയ്തു തരും, പിന്നെ നമ്മളുടെ കാര്യം നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. ആദ്യമേ 1-2 ദിവസം പുതുമോടിക്ക് അവർ ചെയ്തു തരും, ഫുഡൊക്കെ ഉണ്ടാക്കി തരും, പിന്നെ അവർ ചെയ്യില്ല. പിന്നെ ഇനിയിപ്പം ഈ ഗംഗ വീട്ടിൽ ചെന്നപ്പം ബെഡ് വിരിച്ചില്ല എന്നുള്ള ആ സീനൊന്ന് കാണാവേ. റൂമിൽ പോണം ഞങ്ങള്. ഓ ശരിയാണ്, നമ്മളെ റൂം. സോറി പിന്നെ നമ്മളെ റൂം. എൻ്റെ കൂടെ ചളുവും കൂടെ സെറ്റാക്കി വെള്ളരിക്കല്ലേ. ഞാൻ തുറന്നു നോക്കണോ ഇപ്പം? ഞാനാണ് തുറന്നു നോക്കാളാ? എന്റെ ഭർത്താവ് ഞാൻ തുറന്നു. അമ്മ എന്ത് പുന്നൂതാം. എനിക്ക് 2 ദിവസത്തേക്ക് പുന്നൂതോണം കൈസ്. നോക്കട്ടാ. സെറ്റ് കേട്ടോ പൂട്ടാ. സെറ്റ് സെറ്റ് പിന്നെ ഇത് സെറ്റ്. അമ്മ കണ്ണാടി ഉണ്ട്. അങ്ങനെ നമ്മളെല്ലാരും വീടൊക്കെ വന്ന് കണ്ട്. എങ്ങനെയുണ്ട് വീട്? ഓൾറെഡി ട്വിസ്റ്റ് നമ്മളെല്ലാരും കണ്ടിട്ടുണ്ട്. സെറ്റ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് സെറ്റല്ല കേട്ടോ, അത് സെറ്റല്ല. അത് ആ ചെറുക്കന്റെ വീട്ടുകാരുടെ കുറ്റമാണ്. ഒരു കല്യാണമാണ് നടന്നിരിക്കുന്നത്. കല്യാണത്തിന് വീട് എന്തോരം അലങ്കരിച്ച്, പിന്നീട് അവരതൊക്കെ അലങ്കരിച്ച് ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരു കല്യാണത്തിന് ഇറങ്ങി പോകുമ്പോൾ ഇട്ട മുഷിഞ്ഞ ഡ്രസ്സ് എല്ലാം ബെഡിൽ ഇട്ടേച്ച് പോയിട്ട് ആ ബെഡ് അത് വ്ളോഗ് എടുക്കാൻ ഇവര് തൊടുന്ന വ്ളോഗ് എടുത്ത് കാശുണ്ടാക്കുമല്ലോ. അപ്പൊ കാശുണ്ടാക്കാൻ പോകുമ്പോൾ അതിന്റെ ഇടയ്ക്ക് അപമാനം വരും. അത് ആ ചെറുക്കന്റെ വീട്ടുകാർ ചെയ്തത് അത്ര ശരിയല്ലെന്ന് പറഞ്ഞു. പക്ഷെ ഗംഗ ഇപ്പൊ തിരിച്ചു ചെയ്തത് അതിനെക്കാട്ടും മോശമാണ്. ഫാൻസുകാർ എന്ത് പൊങ്കാലിട്ടാലും കാലം എത്ര മാറിയെന്ന് പറഞ്ഞാലും മരുമകളുടെ തലയിൽ എഴുതി വെച്ച് ചില കാര്യങ്ങളുണ്ട്. അത് കംപ്ലീറ്റ് അങ്ങോട്ട് മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ നമ്മള് കുറച്ചൊക്കെ മരുമകൾ എന്ന സ്ഥാനത്ത് നിന്ന് ചെയ്യേണ്ട കാര്യം. ഒന്നും അല്ലെങ്കിലും അവനവൻ ഉണ്ടാക്കാനുള്ള ഫുഡ് അവനവൻ ഉണ്ടാക്കുക. ഒരു വീടാണ്, സ്വന്തം വീട്ടിലെ സ്വാതന്ത്ര്യമില്ല, മറ്റൊരു വീട്ടിലാണ്. അപ്പൊ ഇച്ചിരി കുറച്ചുകൂടെ നേരത്തെ 10 മണി വരെ കിടക്കുമെങ്കിൽ 9 മണിക്കേലും എണീറ്റ് പഠിക്കണം. അല്ലാതെ ഒന്നും നടക്കുന്ന കാര്യമല്ല. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.